എടാ സംഭവം എന്താന്ന് വെച്ചാൽ ബോറടി മാറ്റാൻ അച്ഛൻ മകൾക്ക് വീടിൻ്റെ മുറ്റത്തൊരു ഊഞ്ഞാലിട്ടു. ഊഞ്ഞാൽ ആടിത്തുടങ്ങിയപ്പോൾ ഒരു കുഞ്ഞു ഹായ് മോൾക്ക് കിട്ടി. തൊട്ട് പിന്നാലെ ഇമ്മിണി വലിയൊരു ഹായ് അച്ഛനും കിട്ടി. ഊഞ്ഞാലിലേക്ക് അയലത്തെ കുട്ടി എത്തി. കുട്ടിക്ക് പിന്നാലെ അമ്മയും എത്തി. കുട്ടിയെ ആട്ടി, പിന്നെ അമ്മയെ ആട്ടി. ഊഞ്ഞാലിൻ്റെ ആയം ലേശം കൂട്ടി. അപ്പൊ കുട്ടികളുടെ എണ്ണം കൂടി, കൂടെ അമ്മമാരുടെയും. ആട്ടത്തിന്റെ സുഖം കിട്ടിയവരൊക്കെ പുള്ളിയെ വീട്ടിലേക്ക് വിളിച്ച് ആട്ടി തുടങ്ങി. നീ ആരെ പറ്റിയാടേ അവരതൊക്കെ പറയുന്നത്? വേറെ ആരാ? നമ്മുടെ കപ്പിത്താൻ. ആര്? ആ വാടകക്കാരനോ? ആ ഫുൾ ടൈം പെണ്ണുങ്ങളെ നക്കി തുലിച്ച് നടക്കണ ഒരു പെണ്ണുണ്ണി. അതൊക്കെ നിന്റെയൊക്കെ തോന്നലാടാ. നീയൊക്കെ ഇല്ലാത്ത കാശ് മുടക്കി വല്ല നാട്ടിൽ പോയി പിടിക്കുന്ന സകല പരിപാടി അവനൊരു ഊഞ്ഞാലിട്ട് പിടിക്കുന്നുണ്ട്. എൻ്റെ ഊൻ ശരിയാണെങ്കിൽ അവനിവിടെ എല്ലാ വീട്ടിലും കയറി കാര്യം സാധിക്കുന്നുണ്ട്. ഒരുമാതിരി മറ്റേ വർത്താനം പറയരുത്. എല്ലാ വീട്ടിലും കയറി ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ നിന്റെ വീട്ടിൽ കയറി ഇറങ്ങുന്നു എന്നല്ല എൻ്റെ അർത്ഥം. ഓ, എന്നെ വിശ്വസിക്കണ്ട, ഞാൻ മഞ്ഞപത്രമാണല്ലോ. അതെ, ഇത് കണ്ടു. കുറച്ച് മുമ്പ് നടന്ന സംഭവം നോക്കുക. ദേ നിൽക്കുന്നവൻ്റെ ഭാര്യ. അപ്പം അതെന്താ ഊഞ്ഞാലാട്ടം കൊണ്ടുപോയതല്ലേ? അയ്യേട്ടാ ദേ നോക്കി. ഒന്നുകൂടെ രാവിലെ റോഷിച്ചിട്ട് വണ്ടിയും പറപ്പിച്ചിട്ട് പോക്കാണെന്ന് തന്നെ സ്റ്റൈലാട്ടോ. പിന്നെ വീട്ടിലും മോളുടെ കാര്യം നോക്കാൻ ആളുള്ളതുകൊണ്ട് റോഷിക്ക് സമാധാനമായിട്ട് ജോലിക്ക് പോവാലോ അല്ലേ? അത് ഉണ്ണിയുള്ളപ്പോൾ ഉണ്ണി ചക്കിന്റെ കാര്യമൊക്കെ നോക്കിക്കോളും. ഇല്ലാത്ത സമയത്ത് ഞാൻ തന്നെ നോക്കണം. അതൊക്കെ അവിടെ കുട്ടിയെ കുളിപ്പിച്ച് കൈ കൊടുത്ത് നമ്മുടെ ആൾ കളിപ്പിച്ചോളൂ. അങ്ങനെയല്ല, ഉണ്ണീൻ്റെ അത്ര ക്ഷമ എനിക്കില്ല. ഉണ്ണി ആൾക്കാരുമായിട്ട് ഇങ്ങനെ പെട്ടെന്ന് ജെല്ലാവും. കുട്ടികളാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും ഹീസ് ബേസിക്കലി എ പീപ്പിൾസ് പേഴ്സൺ. ഒരു നല്ല ലിസണറാണ്. നമ്മളെയൊക്കെ കേട്ടിരിക്കാൻ കൂടെ ഒരാളുള്ളത് ശരിക്കും പറഞ്ഞാൽ നല്ല സമാധാനം അല്ലേ? നമ്മുടെ വീട്ടിലൊരാളെന്തെങ്കിലും കേൾക്കുന്നതന്നെ മറുപടി പറയാനാ. ചക്കി നിന്റെ കോൾഡ് ഒന്നും മാറിയില്ല. കഴിച്ചോട്ടടി, അത് കഴിഞ്ഞിട്ട് കുറച്ച് ചൂടുവെള്ളം കൊടുത്താൽ മതി. ഉണ്ണിയുള്ള വഷളാക്കുന്നുണ്ട്. ചുമ്മാ. എന്തായി നിങ്ങളുടെ ചർച്ചയൊക്കെ? ലേഡീസ് ട്രിപ്പ് പോകുന്ന കാര്യമൊക്കെ തീരുമാനമായി. എല്ലാ കൊല്ലത്തെയും പോലെ ഗുരുവായൂര്, പളനി, വേളാങ്കണ്ണി, രാമേശ്വരം, മധുര വഴി വീടെത്തും. ഈ തീർത്ഥാടന യാത്രയൊക്കെ നിർത്തിയിട്ട് ഒരു ശങ്കം വിസയ്ക്ക് അപ്ലൈ, എന്നിട്ട് ബെർലിനിൽ ഇറങ്ങിയിട്ട് 4 യൂറോപ്യൻ കൺട്രീസ് ഒന്ന് കറങ്ങി വാ. അല്ലെങ്കിൽ ഒരു കാർ റെന്റിന് എടുത്തിട്ട് ഈ കൺട്രീസൈഡൊക്കെ കറങ്ങി എന്നാ പൊളിയാന്നറിയും. നടക്കുന്ന കാര്യം പറയണേട്ടാ. ഇതൊന്നും വലിയ സീനല്ലടോ. ഇതിന് വേണ്ട ഇന്റർനാഷണൽ ലൈസൻസ് ആണ്. എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. അത് സീനില്ലേ? നിങ്ങൾ പോകുന്ന രാജ്യത്തെ പ്രസിഡന്റ് ആണോ രാജാവാണോ ഭരിക്കണം നോക്കി ഒന്ന് പറഞ്ഞു വെച്ചാൽ മതി. ഭാഗ്യ എന്നെ അച്ഛായ വിളിച്ച് ഡീൽ ചെയ്തോളാം. അതെന്തിനാ അച്ഛായ പ്രസിഡന്റ് ആണോ രാജാവാണോ എന്നൊക്കെ അറിയുന്നേ?
അത് പിന്നെ പ്രസിഡന്റിനെ കയറി രാജാവ് എന്ന് വിളിച്ച ഇൻസൾട്ട് ആവുമല്ലോ അല്ലേ? ഫിറ്റാ. എന്നാ പിന്നെ പോളച്ചനല്ല ഓളച്ചനാ. ഫിറ്റേരുടെ പാവം. ഓലൻ തോരൻ കൂട്ടുകറി മെഴുക്ക് പുരട്ടി പച്ചടി കിച്ചടി തുടങ്ങി 18 കൂട്ടം കറികളും 3 കൂട്ടം പായസവുമാണ് ഇത്തവണ ഓണാഘോഷത്തിൽ. ഒലട്ടിയതൊന്നുമില്ലയോ പ്രസിഡന്റ്? നമ്മൾ അധികം ഒലത്താറില്ല. അതെന്തോട് തനിക്ക് ഒലത്തിയാല്? എന്ത്? ഇവിടെ എന്താടാ ആണുങ്ങൾക്ക് ഒരു മെനു ബാക്കിയുള്ളവർക്ക് വേറൊരു മെനു? ആ ടേബിളിൽ എന്താ ഇവിടെ ഇല്ലാത്ത? അത് അയാളുടെ മെനു, ഇതെന്റെ മെനു. തന്റെ മെനു? താൻ ആരോട് ചോദിച്ചിട്ടാണ് മെനു ഉണ്ടാക്കിയേ? അല്ല താൻ ആരാ തന്റെ വിചാരം? തന്നിഷ്ടത്തിന് ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ട് ഒലത്താറില്ല പോലും. ഒരു രണ്ട് വർത്താനം പറഞ്ഞ അപ്പ അയാളുടെ പോലെ പറഞ്ഞോട് വരും. എടാ താൻ വലിയ ഒന്നര കൊല ജാതനായതുകൊണ്ട് പിടിച്ച് പ്രസിഡന്റ് ആക്കിയത്. ബാക്കിയുള്ളവർക്ക് വേറെ പണികളുണ്ടാ? ഒരു പണി കുറഞ്ഞത് കിഴങ്ങനെ പിടിച്ചിട്ട് പരനാറിക്ക് നാളായി തുടങ്ങിയിട്ട് നാട്ടുകാരെ ഭരിക്കാനാണല്ലോ അയാളെ പിടിച്ച് പ്രസിഡന്റ് ആക്കിയത്. എങ്ങനെ ഇരിക്കുന്നു ഉണ്ണിയേട്ടൻ? ഉയരല്ലേ? ഓക്കെ, ശിവരാത്രി. പൂമുഖവാതുക്കൾ സ്നേഹം വിളക്കുന്ന തിങ്കളാണെൻ്റെ ഭാര്യ, സ്വപ്നത്തിനുള്ളുകൾ ചേട്ടാ, അവൻ നമുക്കിട്ട് തന്നിട്ടാ പോയിരിക്കുന്നേ. നിനക്ക് വല്ല ഭ്രാന്തുണ്ടോ? ജെയ്സിയെ ചിലപ്പോൾ അവൻ കൊണ്ടുപോയതായിരിക്കും. അതിപ്പോൾ നീ വിളിച്ചാലും അവള് വരില്ലേ? ഇല്ല ഇത്തേട്ടാ, അവളുടെ ഡിവോഴ്സ് കഴിഞ്ഞ സമയത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് എംപവർ ചെയ്യാൻ നോക്കിയതാ, പക്ഷെ പിടിയുന്നില്ല. കറക്റ്റാ. ആടോ, എന്തു പറ്റി? ഉറക്കമൊന്നുമില്ലേ? ഞാൻ ലേറ്റ് ആവും. എന്തു പറ്റി? താൻ ഉറങ്ങിയില്ലേ? ഇവിടെ സഭ വിരിഞ്ഞിട്ടില്ല. അതിനെന്തോ തനിക്ക് കിടന്ന് ഉറങ്ങിക്കൂടെ? ഇടയ്ക്ക് വിളി വരും. അത് തന്നെയല്ല, ഞാനിങ്ങനെ വെറുതെ കിടന്ന് നേരം വിളിപ്പിക്കാന്നേ ഉള്ളൂ. എനിക്കങ്ങനെ ഉറക്കമൊന്നുമില്ല. തനിക്കെന്താ മെഡിക്കേഷൻ ഒന്നുമില്ലേ? കൗൺസിലിംഗ് ചെയ്തിട്ടൊന്നും ശരിയാവുന്നില്ല. സ്ട്രെസ്സിനൊന്നും ഒരു കുറവുമില്ല. എടോ, ഒറ്റയ്ക്ക് കൗൺസിലിംഗ് എടുത്തോണ്ട് ശരിയാവണമെന്നില്ല. ഇനി പോകുമ്പോഴേ താൻ അജിത്തുമായിട്ട് പോ, ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അതിന് പുള്ളി മിസ്റ്റർ പെർഫെക്റ്റ് അല്ലേ? പ്രശ്നം മുഴുവൻ എനിക്കാണല്ലോ. പിന്നെ വൈകിട്ട് തന്നെ എവിടെയും കണ്ടിട്ടില്ലോ? ഞാനെവിടെ പോകാനോ? അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നെ ആരും കാണാറില്ലല്ലോ. ഞാൻ ഇൻവിസിബിൾ അല്ലേ? താനിങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കലോ? എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാന്ന് പറയുന്നത് തന്നെ ഭയങ്കര നെഗറ്റീവാണ്. അത് ശരിയാണ്, സോറി. തന്നെ ഈ സ്ട്രെസ് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. 6 മാസം കടലിലും കരയിലും ജീവിക്കുന്ന എനിക്ക് ചില ക്രൂയിസിനിടയ്ക്കൊക്കെ ഡിപ്രഷൻ അടിച്ച കടലിൽ ചാടിയെ കൊള്ളാൻ തോന്നാറുണ്ട്. ഭക്ഷണം, ഉറക്കം, സെക്സ് ഇതൊക്കെ ശരിയായി തന്നെ എൻ്റെ പകുതി കാര്യമൊക്കെ. പിന്നെ സ്ഥിരമായിട്ട് സ്ട്രെസ്സുള്ള ഒരു ശരീരത്തിൽ കോർട്ടിസോളിൻ്റെ അളവ് കൂടുതലായിരിക്കും. തനിക്കിപ്പോൾ വേണ്ട കുറച്ച് സെറട്ടോണിനും ഓക്സിഡോസിനും ഡോപ്പമിനും ഒക്കെയാണ്. എനിക്കിനിയും ഗുളികയൊന്നും കഴിക്കാൻ വയ്യ. ഇതൊന്നും ടാബ്ലറ്റിന്റെ പേരല്ലടോ, നമ്മുടെ ശരീരത്തിലുള്ള ഹാപ്പി ഹോർമോൺസിന്റെ പേരാണ്. സോറി. അല്ല, ഇതൊക്കെ എങ്ങനെയാ അറിയുന്നേ? മാതാപിതാ ഗൂഗിൾ ദൈവം എന്നല്ലേ അമ്മ അച്ഛനും പറഞ്ഞ നേരത്തെ ഗൂഗിൾ പറഞ്ഞുതരും. ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കടോ. ഹാപ്പി ഹോർമോൺസ് കൂട്ടാൻ ചില വഴികളൊക്കെ ഉണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ.
പറയടോ. ഒരു വിക്കറ്റ് തെറിച്ചു. ആണോ? എന്നാ താൻ പോയി കിടക്ക്. ഓൾ ഔട്ട് ആവണവർ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതിന് ഉറങ്ങാൻ പറ്റണ്ടേ? തലയിലൊരു അമ്മിക്കല്ല് കെട്ടി വെച്ച പോലെ. അല്ല, ഈ ഹാപ്പി ഹോർമോൺസ് കൂട്ടാൻ പറ്റിയ വഴി എന്താന്നാ പറഞ്ഞേ? എക്സസൈസ് ഒരു വഴിയാണ്. സൂക്ഷിച്ചു വെച്ചേ. ഇങ്ങനെ കഴിച്ച് ഫിറ്റായിട്ടില്ലേ നമ്മളൊക്കെ വീട്ടിൽ കാലിലെ സൂര്യൻ വന്നാ പോലും നമ്മക്കാർക്കും ബോധം വരില്ല. പിന്നെ വീട്ടിലൊക്കെ ഒരുത്തൻ കയറിയാ എങ്ങനെ അറിയാനാ? പൈസ അയച്ചേട്ടാ, അയച്ചേട്ടൻ ടെൻഷൻ അടിക്കരുത്. അങ്ങനെ നാരായണ പഴ സമ്മതിക്കില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേറി വീട്ടിൽ കയറി പൂശും. അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ തന്നെ പൂശ. വാ വീട് വാ. പൂശണം. നിങ്ങൾ എന്തിനാ പേടിക്കണം? അയച്ചേട്ടനില്ലടാ, പിന്നെ എന്തിനാ പേടിക്കണം? പരിപാടിക്കില്ല കേട്ടോ. രാവിലത്തേക്കുള്ള മാവാട്ടുമായിരുന്നു. ആട്ടിക്കഴിഞ്ഞെങ്കിൽ വാ, കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. വാ.
ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്നെന്താ വിളിക്കാത്തേ? താൻ ഇന്ന് ലേറ്റ് ആയിട്ടല്ലോ കിടന്നേ. പിന്നെ ചെറിയ പണിയുള്ളൂ ഇത്. എന്താടി കാലത്തെ അലിക്കുളത്ത് മൂടാണല്ലോ എനിക്ക്. ഇനിയും കുറേ സമയമുണ്ട് എൻ്റെ മീറ്റിങ്ങിന്. വേണ്ട, ലേറ്റ്. ഇന്ന് കിടങ്ങാതെ പോവാൻ നോക്ക്. ഓട്, ഓട്. ഏയ്, ഏയ്. അശ്വ അധികം സമയങ്ങളുണ്ട്. ഈ കിൻഡിലൊക്കെ വന്നതിന് ശേഷം ഹാർഡ് കോപ്പി അധികം വായിക്കാറില്ല. ട്രാവൽ ചെയ്യുമ്പോൾ അതല്ലേ സൗകര്യം. എനിക്ക് തോന്നുന്നത് 8-ലെ ജയകൃഷ്ണൻ സാർ ചിലപ്പോൾ വാങ്ങിക്കും. സാർ ഈ ഡിനോസറുടെ നല്ല ഫോട്ടോസുള്ള എൻസൈക്ലോപ്പീഡിയ ഉണ്ട് സാർ. സാർ ഒന്ന് കണ്ടു നോക്കോ, മോക്ക് ഇഷ്ടാവും. ദിനോസറിന്റെ ഫോട്ടോസോ? ഫോട്ടോ പോലത്തെ ചിത്രങ്ങളുള്ള എൻസൈക്ലോപ്പീഡിയ ആണ് സാർ. സാർ എന്തായാലും മോക്ക് ഇഷ്ടാവും. ഇത് നമ്മളെ കണ്ടു നോക്ക്, നല്ല ബുക്കാ സാർ. പപ്പ എത്ര നാളായി ഞാൻ പറയണു എനിക്കിത് വേണം. വേണോ? എന്താ വില ഇത്? സാർ ഒറിജിനൽ പ്രൈസ് 1500 ആണ്. പിന്നെ ഓഫർ പ്രൈസ് 50% ഉണ്ട്. ജിപേ ഉണ്ടോ? ഉണ്ട് സാർ. നമ്പർ പറയും. സാർ 99474 386. മോളെ ചേച്ചിക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോകണം. പപ്പ ചേച്ചിക്കൊന്ന് ടോയ്ലറ്റിൽ പോണെന്ന്. അത് ഇത്ര രഹസ്യമായിട്ടൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ഒരു സാറേ പറയുമ്പോൾ വലിയ പുരോഗമനമൊക്കെയാ, പക്ഷെ വൃത്തിയുള്ളൊരു പബ്ലിക് ടോയ്ലറ്റ് പോലും ഇല്ല. അതുകൊണ്ടാ സോറി. എവിടെ? നേരെ പോയിക്കോ, അവിടെയാ. ഒന്ന് വെയിറ്റ് ചെയ്യണേ. സാറേ അത് ഓക്കെയാണ്. ഫുഡ് പോയ്സൺ ആണെന്നാ തോന്നുന്നത്. ആണോ? അതാ കഴിഞ്ഞു. യൂസ് ചെയ്തോളൂ. ചെക്കി ബാഡ് ഗേൾ ആവണ്ടേ, ചൂച്ചു വെച്ച ഫ്രഷ് ചെയ്ത് കിട്ടി. സോറി പപ്പ, ഇതുകൊണ്ട് അതിനെ കാണിക്കട്ടെ. അവൾക്ക് പാരന്റോറിയസ് ആവാൻ ആഗ്രഹം. പ്ലീസ്, അവൾക്ക് ഇത് ഇഷ്ടപ്പെടും പപ്പ, പ്ലീസ്. വാ. പോയിട്ട് വാ. ബൈ. പോടാ. മേലുണ്ടല്ലോ.
നിങ്ങളുടെ പെണ്ണുങ്ങളോടൊപ്പം അവനെ പിടിച്ചാലല്ലേ നാണക്കേടുള്ളൂ. എന്താടാ ബുക്ക് വയ്ക്കാൻ വന്ന പെങ്കൊച്ചിനെ മറ്റേ 2 മിനിറ്റ് വളച്ച് വീടിനകത്ത് കയറ്റി. ഇപ്പൊ ചെന്ന് പിടിച്ചിറക്കി തുണി വെച്ച് പോശക്കിട്ടിട്ട് പിടയ്ക്കാം. ഇതുപോലത്തെ ഒരു സുവർണാവസരം ഇനി കിട്ടില്ല തേട്ടാ. ഇത് പൊളിക്കും. അവൻ നൈസായിട്ട് കൊച്ചിനെ ഇവിടെ കൊണ്ടാക്കിട്ട പരിപാടി. സമയമെടുക്കും. എന്താ അത്? സർപ്രൈസ് ആണല്ലോ. ആണ്, തരാം. ബാഗ് ഇട്ടിട്ടുണ്ട്. ബാഗോ? ഹലോ ഹലോ, എങ്ങോട്ടാ അത്? എന്റെ ബെഡ്റൂമാണ്. ഹലോ, താൻ എന്താ കാണിക്കണേ? അതിന് തനിക്ക് എന്താണ്? എന്തേ കാണിക്കണേ? കാര്യത്തെ അത് പറയണോ? തുടങ്ങൂ. ഏതായി പെണ്ണ്? ഇവളെങ്ങനെ വീടിനകത്തെത്തി? സർ ഓക്കെ ആണോ? സർ ഓക്കെ അല്ലേ? ഞാനേ ആ ചെറിയാനെ വിളിച്ച് പറഞ്ഞോളാം. വിളിച്ചു പറ. കാര്യമൊക്കെ ശരിയാണ് ചെറിയാൻ സാറേ. ആ മറ്റവനെ കൊണ്ട് വലിയ തലവേദനയാണ്. സാറായിട്ട് അവനെ ഒഴിവാക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ നാട്ടുകാർ തല്ലി ഓടിക്കും. എന്താ ലിങ്ക? ഞാൻ ഗ്രൂപ്പിലൊരു വീഡിയോ ഇടുന്നുണ്ട്. സാർ അതൊന്ന് കണ്ടു നോക്കിട്ട് എന്നെ വിളിക്കും. ഓക്കെ ഓക്കെ. ഞാൻ പറഞ്ഞപ്പോ മഹേഷ് ഏട്ടൻ വിശ്വസിച്ചില്ലല്ലോ. എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു. Children and women. Now, violence is not exactly always visible to the naked eye. It can be an emotional violence. It can be physical violence. It can be when you're with a narcissistic partner. So violence is in different forms. Today, I think I'm so sorry, guys. Just give me a second.
Guys, I'm really sorry. Just give me a minute. സാറേ ഞാൻ തിരിച്ചു വിളിച്ചാൽ മതിയോ? ജസ്റ്റ് ഗിവ് മീ ഹാഫ് ആൻ അവർ. I'll call you back. ഉണ്ണി, തന്റെ ഓരോ എക്സ്പ്ലനേഷനും എനിക്ക് കേൾക്കണ്ട. 1 മാസത്തെ സമയം തരും, വീട് ഒഴിഞ്ഞു തരണം. എനിക്ക് അസോസിയേഷനിൽ നിന്ന് നല്ല പ്രഷറുണ്ട്. അതർവൈസ് ഐ വിൽ ഗോ ഫോർ എ പോലീസ് കംപ്ലൈന്റ്. ഓക്കെ? ആ എടാ നീ പെട്ടെന്ന് വരണേ. ഹലോ, ഞാൻ ലിങ്കൻ. ഒരു മിനിറ്റ്. അതെ, മൊഴി കൊടുക്കുമ്പോൾ കുട്ടിക്ക് അപകടമില്ലാത്ത രീതി കൊടുത്താൽ മതി. ടെൻഷൻ ഉണ്ട്, ഞങ്ങളെല്ലാം കൂടുണ്ട്. ബുക്ക് വേണമെന്ന് പറഞ്ഞാൽ അയാൾ തന്നെ വീടിനകത്ത് വിളിച്ചു വരുത്തി അപമര്യാദയായിട്ട് പെരുമാറി. കുട്ടിയുടെ നിലവിളി കേട്ടാണ് ഞങ്ങൾ ഓടി വന്നത്. ഇനി പോലീസുകാർ ചോദിച്ചാൽ ശ്രദ്ധിച്ചു, ഈ ചേട്ടന്മാർ വന്നില്ലായിരുന്നെങ്കിൽ എന്ന് ഇമോഷണലായിട്ട് പറഞ്ഞാൽ മതി. SP നമ്മളെ അടുത്ത ആളാണ്. ഈ പ്രശ്നം വിളിച്ച് സോൾവ് ചെയ്ത് നല്ലൊരു എമൗണ്ട് നഷ്ടപരിഹാരം വാങ്ങിത്തരാനാണ് അസോസിയേഷൻ മെമ്പേഴ്സായി ഞങ്ങളുടെ തീരുമാനം. എല്ലാവരും കുട്ടിയുടെ കൂടെയാണ്, അതും സാക്ഷികളായിട്ട്. പിന്നെ ഒരു ടെൻഷനൊക്കെ മാറിയോ? അശ്വത് എന്തിനാ ഈ ഇന്ദിരാനഗർ കോളനിയിൽ പോയത്? സെയിൽസിനാണ് സർ. എന്തിന്റെ സെയിൽസാ? ബുക്സിന്റെ. ആ, ഈ ബുക്സുമായി പോയത് ആരെങ്ങനാ ആ വീടിന്റെ ഉള്ളിലായത്? സാറേ, ഇന്നലെ രാത്രി ഞാൻ ഒരു ഷവർമ കഴിച്ചതാ. ഇന്ന് രാവിലെ ഫീൽഡിൽ ഇറങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് നല്ല വയറുവേദനയാണ്. ഫുഡ് പോയ്സൺ ആയെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയാ സാറേ ഞാൻ പല വീടിൻ്റെയും മുന്നിൽ ചെന്നേ. പക്ഷെ ആരും ഗേറ്റ് കടത്തിയില്ല. അവസാനം എന്തേ ആ ഇരിക്കുന്ന സാറാ സമ്മതിച്ചേ. ഞാൻ പുള്ളിയുടെ വീട്ടിൽ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ പുറത്ത് നല്ല ഒച്ചയമ്പകളും ഉണ്ടായിരുന്നു. അങ്ങനെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇയാൾ മൊബൈലും പിടിച്ച് എൻ്റെ മുന്നിൽ നിൽക്കും. പിന്നെ അതെ ഈ സാറ് ആ ഇരിക്കുന്ന സാറിനെ വീണ്ടും അതിട്ട് നല്ലോണം തല്ലി. ഞാൻ കണ്ടതാ സാറേ. ഞാൻ ചെല്ലുമ്പോൾ ഈ കുട്ടി പെട്രോൾ പമ്പിലെ ടോയ്ലറ്റിലോട്ട് കയറുമായിരുന്നു. നീക്കെന്താ മോറൽ പോലീസും കളിക്കാണ്? അല്ല സാറേ. എന്തല്ലെന്ന് സാറേ, അവനെ വിട്ടേക്ക്. തല്ലിയത് ഞാനാ. അത് ഈ കേസിനൊന്നുമല്ല. അവനെൻ്റെ ഭാര്യയോട് വളരെ മോശമായിട്ട് പെരുമാറിയതുകൊണ്ട്. ആ, തന്റെ ഭാര്യയോട് മോശമായിട്ട് പെരുമാറിയാ താ കയറി ഉണ്ടാക്കും. പിന്നെ ഞങ്ങളൊക്കെ എന്തിനാണോ ഇവിടെ? എടോ, അവർക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അത് അവർ ഇവിടെ വന്ന് പറയണം. മനസ്സിലായോ? പരാതി പറഞ്ഞിട്ടുണ്ട്, SP സാർ വിളിച്ചില്ലേ? അതുകൊണ്ട് എന്ത് വാങ്ങണോ? അതൊന്നും വേണ്ട കേട്ടോ. സാറേ, ഭാര്യ വരും സാർ. ഭാര്യ വന്നിട്ട് പരാതി എന്നാ പറയേ. വിളിപ്പിക്കാം സാറേ. എത്തട്ടാ, വിളിപ്പിക്കാം സാറേ. സാറേ എന്നാ ആ, അങ്ങോട്ടിരിക്കേ. ആ, ഇല്ല, ഇവൻ്റെ ഒരു കേസ്. എന്താ ഏത്തട്ടാ? ധന്യെ വിളിച്ചൊരു പരാതി കൊടുക്കാൻ പറഞ്ഞു. വിളിച്ചാ എന്നിട്ട്? ഇപ്പം എത്തുമെന്ന് പറഞ്ഞു. എന്താണ് സംഭവം? എന്ത് സംഭവം ഇത്തേട്ട് നേരിട്ട് കണ്ട? എന്ത് സംഭവം? ധന്യച്ചൊരു മോശമായിട്ട് പെരുമാറിയ സംഭവം. വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്, തുറന്നു നോക്ക്. അതെ, ഹെഡ്സെറ്റ് വെച്ച് ക്ലിപ്പാണ്. കേട്ടോക്ക്. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. എന്നോടൊന്നും പറയണ്ടാ. എന്താ നിന്റെ പേര്? ജോയ്. എന്താ പണി? ഇറച്ചി കേട്ടോ സാറേ. ഈ പട്ടാളക്കാരനെ നടുറോഡിൽ വെച്ച് തല്ലിയെന്നൊരു പരാതി ഉണ്ടല്ലോ. സാറേ, രാവിലെ ഞാൻ പണിക്ക് പോകാൻ നേരത്തെ ഇയാൾ എന്നെ റോഡിൽ തടഞ്ഞു നിർത്തി രാജ്യദ്രോഹിന്ന് വിളിച്ച് നാട് കടത്തുമെന്ന് ഭീഷണിപ്പെടുത്തി സാറേ. അടി കൊടുത്തുകൊണ്ട് പണിക്ക് പോകാൻ പറ്റി. എന്തിനാ തടഞ്ഞു നിർത്തിയേ? സാറേ, ഇയാൾ എനിക്ക് മൊബൈലിൽ ഒരു മെസ്സേജ് അയച്ചു. അതിന് ഞാൻ മറുപടി ഒന്നും അയച്ചില്ല. അതിനാ സാറേ. അതെന്തായിരുന്നു മെസ്സേജ്? സാറേ, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. സാറ് പറഞ്ഞാൽ അതിന് മറുപടി അറിയിക്കുന്നുണ്ടോന്ന്? സാറേ, ഇയാൾക്ക് കോട്ടയം പെൻഷനും ഒക്കെ ഉണ്ട്. അത് പഠിച്ച് വാട്സാപ്പ് നോക്കി വീട്ടിൽ ഇരുന്നാൽ മതി. പണിക്ക് പോകാതെ സ്വാതന്ത്ര്യം ആഘോഷിക്കാനുള്ള പാങ്ങൊന്നും എനിക്കില്ല സാറേ. പിള്ളേർ പട്ടിണിയാവും. സാറേ, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് ടൈപ്പ് ചെയ്യാൻ നേരയില്ലേ ഒരു സ്റ്റിക്കർ അയക്കാൻ മേലെ, ഫ്ലാഗിന്റെ സ്റ്റിക്കർ.
ഇതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നിങ്ങൾ രണ്ടുപേരും പുറത്ത് പോയിട്ട് ഞാൻ വിളിപ്പിക്കാം. ഇന്ന് എന്തൊരു ദിവസമാണോ? എത്ര നേരമായി? എടാ വണ്ടി വഴിയിലായി, അതാ ലേറ്റായി. ആണോ? നീ വല്ലതും കഴിച്ചോ? ഇല്ല, ഫോൺ തന്നു. അത് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. വന്നേ. SI ആണെങ്കിൽ ഞങ്ങളിവിടെ നിർത്തി അപമാനിക്കുക. ആ CI ആണെങ്കിൽ സ്റ്റേഷനിലും വന്നിട്ടില്ല. ധന്യ നടന്ന പ്രശ്നമൊക്കെ അറിഞ്ഞായിരുന്നല്ലോ അല്ലേ? ആ ഉണ്ണി ഐത്തേട്ടനെതിരെ ഒരു പരാതിയായിട്ട് വന്നിട്ടുണ്ട്. സംഭവം സീരിയസ് ആണ്. ഐത്തേട്ടൻ SP ആയിട്ട് സംസാരിച്ചു. അപ്പോൾ സ്റ്റേഷനിൽ വെച്ച് ഒത്തുതീർപ്പാക്കാനാണ് ധാരണ. അതിന് പോലീസുകാർക്ക് ധന്യയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേണം. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റോ? എന്ത് സ്റ്റേറ്റ്മെൻറ്റ്? ഐത്തേട്ടനാളെ വീട്ടിൽ കയറി തല്ലി എന്തിനാന്ന് അറിഞ്ഞായിരുന്നോ? കാര്യം അറിയില്ല, ഗ്രൂപ്പിലൊരു വീഡിയോ ഉണ്ടായിരുന്നു. ആ എന്നാ വീഡിയോ കണ്ടതല്ല കാര്യം. ചുമ്മാ ഒരു വൃത്തി കിടക്കല്ലേ. ചേച്ചിക്ക് ക്ലിപ്പ് അയച്ചു കൊടുക്കുക. ദേ പേടിക്കണ്ട, ചേച്ചിയുടെ തന്നെ ക്ലിപ്പാ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ ക്ലിപ്പ് ആയി തന്നെ കയ്യിലെത്തി. സംഭവം കയ്യിൽ നിന്ന് പോയി. മാഡം ചെല്ലു. ആ വിളിപ്പിച്ച് ചേട്ടനും ചെന്ന് നോക്കിയേ. ഇരിക്കെ. ആ ഇരിക്കുന്ന ആളെ അറിയോ? നെയ്ബറാണ്. നിങ്ങൾ ഈ അയൽവാസികൾ എന്ന നിലയ്ക്കുള്ള ബന്ധം എങ്ങനെയാണ്? ഒരു സാധാരണ അയൽവാസിയായിട്ടുള്ള ബന്ധം തന്നെ. മാഡം, അയാളെക്കുറിച്ചൊരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോടുള്ള അയാളുടെ പെരുമാറ്റത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവോ ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? മേഡം, അതായത് ആ ഇരിക്കുന്ന നിങ്ങളുടെ അയൽവാസി നിങ്ങളോട് മോശമായി പെരുമാറിയത് കൊണ്ടാണ് നിങ്ങളുടെ ഭർത്താവ് അയാളെ വീട്ടിൽ കയറി തല്ലിയത് എന്നാണ് പറയുന്നത്. ഈ കാര്യത്തിൽ മേഡത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? സാറേ, അത് അവൾക്കറിയില്ല. ഇവരോട് മോശമായിട്ട് പെരുമാറിയത് ഇവർക്കറിയില്ലേ? അത് കൊള്ളാലോ. എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. നീ ഒന്ന്. താൻ SP യോട് സംസാരിച്ചതല്ലേ? ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. അങ്ങോട്ട് മാറിക്ക്. മേഡം, നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണോ നിങ്ങളുടെ അയൽവാസിയെ നിങ്ങളുടെ ഭർത്താവ് അയാളുടെ വീട്ടിൽ കയറി തല്ലിയത്? ആണെങ്കിൽ അതിൻ്റെ കാര്യം എന്താ? സാറേ, സാറിൻ്റെ ഭാര്യയോട് ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയ ഭാര്യയുടെ പെർമിഷൻ എടുത്തിട്ടാണ് സാർ പോയി ചോദിക്കുന്നത്. ഇയാളെങ്ങോട്ടോ ചൊറിഞ്ഞോണ്ട് വരുന്നത്? മര്യാദയ്ക്ക് ഇന്നില്ല പഠിച്ചാൽ അകത്തിട്ട് പറഞ്ഞേക്കാം സാറേ. അല്ല പിന്നെ അങ്ങോട്ടോ നിൽക്കേ. ഇരിക്കേ. മേഡത്തിന് എന്തെങ്കിലും പരാതി ഉണ്ടോ? ഇനി പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു വെള്ള പേപ്പർ എങ്ങനെ എഴുതി തന്നാൽ മതി. ഇല്ലെങ്കിൽ അയൽക്കാരൻ്റെ പരാതിയിൽ ഹസ്ബൻഡ് റിമാൻഡിലാവും. ജാമ്യം പോലും കിട്ടുകയില്ല. സാറേ, പരാതി ഉണ്ട് സാറേ. സാറേ, സാർ ഇതൊന്ന് കേട്ടിട്ട് എങ്ങനെ പരാതി എഴുതണമെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഇതാ ശരിക്കും നടന്ന സംഭവം.